നമസ്കാരം, ശിവകുമാർ. പുതിയ വീഡിയോയിൽ സ്വാഗതം. ആരോഗ്യത്തിന് വേണ്ട 3 കാര്യങ്ങൾ പറയാം. അത് പലരും ചെയ്യുന്നതാണ്, എങ്കിലും അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തുന്നു. അതിൽ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ഒന്ന് വേണ്ടത് നമുക്ക് ഫുഡാണ്. സംശയമില്ലല്ലോ, ഫുഡില്ലെങ്കിൽ ആരോഗ്യമില്ല. പിന്നെ ആരോഗ്യത്തിന് വേണ്ട എക്സസൈസാണ്. എക്സസൈസ് ഇല്ലെങ്കിലും ആരോഗ്യം ഉണ്ടാവില്ല. പിന്നെ ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുളി എന്നുള്ളത്. ഡെയിലി ബാത്ത്, നോർമൽ ഡെയിലി ബാത്ത്. അത് നമുക്ക് മാൻഡേറ്ററി ആണ് എന്തിനെ ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ. ഇന്ന് പലപ്പോഴും നമ്മൾ നോക്കിക്കൊള്ളൂ, നമ്മളെ യങ് ജനറേഷൻ എന്നൊന്ന് എടുത്തു പറയേണ്ടി വരികയാണ് എനിക്ക്. യങ് ജനറേഷൻ പലരും തന്നെ രാവിലെ കുളിക്കുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ചും കോളേജിൽ പോകുന്നവരും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർക്ക് ടൈമില്ല, രാവിലെ കുളിക്കാൻ ടൈമില്ല. രാത്രി വന്നൊരു കുളിക്കും, രാവിലെ കുളിക്കില്ല. ഈ രാത്രി കുളിച്ച് കിടന്നുകൊണ്ട് നല്ലത് തന്നെയാണ്. പക്ഷേ രാവിലെ കുളിക്കാത്തതുകൊണ്ട് ഒരിക്കലും തന്നെ ഇവർ ഫ്രഷ് ആയിട്ട് മാറില്ല. നല്ലൊരു ശതമാനം ആൾക്കാരും, കേരളത്തിൽ പൊതുവെ എല്ലാവരും കുളിയന്മാരാണെങ്കിലും കൂടെ, ഇങ്ങനൊരു വലിയൊരു ഡ്രോബാക്ക് ഉണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഗേൾസ് ഒന്നും രാവിലെ കുളിക്കില്ല. എന്താ കാരണം വെച്ചെങ്കിൽ, എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേരുടെ കാര്യം പറഞ്ഞു, മുടി ഉണങ്ങി കിട്ടാത്തതിൻ്റെ പേരിൽ രാവിലെ അതിങ്ങനെ പാറിയിക്കില്ല. അതുകൊണ്ട് രാവിലെ കുളി ഒരു കട്ട് ചെയ്യും. ഇതിൻ്റെ പ്രശ്നം അവരുടെ ശരീരത്തിന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് രാവിലത്തെ കുളി മാറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ കുളിക്കേണ്ട എങ്ങനത്തെ വെള്ളത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് വാട്ടറാണ് നല്ലത്. നോർമൽ വാട്ടർ, സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണർന്ന് കിട്ടുന്ന വെള്ളം. കിട്ടുന്ന വെള്ളമാണെങ്കിൽ എന്തായാലും ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചെങ്കിൽ, എല്ലാവർക്കും കിണറുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. പക്ഷേ ഏറ്റവും നല്ല ഏതാണെന്ന് പറഞ്ഞു മാത്രം. കിണറിൽ അത് ഓരോ കാലഘട്ടം അനുസരിച്ച്, സീസൺ അനുസരിച്ച് അതിൽ ചേഞ്ചസ് ആ വെള്ളത്തിൽ വന്നുകൊണ്ടിരിക്കും. നേരെ വെച്ചാൽ നമ്മൾ ഹാർഡ് വാട്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ കുഴൽക്കിണറിലെ വാട്ടർ ആണെങ്കിൽ അതിൽ ചേഞ്ചസ് ഒന്നുമില്ല. ഭൂമിയുടെ വളരെ അടിയിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഹാർഡ് വാട്ടർ കൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുക. നേരെ വെച്ചാൽ നമ്മൾ സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് കിണറിലത്തെ വെള്ളം തന്നെയാണ്. അപ്പോൾ കിണറിലെ വെള്ളം കൊണ്ട് കുളിക്കാൻ ശ്രമിക്കുക. അതിനുള്ള ഗുണം വെച്ച് കഴിഞ്ഞാൽ 65 ഡിഗ്രി ആണ് അതിൻ്റെ ഒരു ചൂട് പറയുന്നത്. ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു ഇതിലുള്ള വെള്ളമാണ് നമ്മൾ കുളിക്കാൻ ഏറ്റവും നല്ലത് ബോഡിക്ക്. പിന്നെ ബോഡി എപ്പോഴും ഒന്നിങ്ങനെ ചൂടായി നിൽക്കുമ്പോഴാണ് നമുക്ക് കുളിക്കാൻ നല്ലത്. ബോഡി ചൂടായി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വളരെ തണുപ്പൊക്കെ ഉണ്ടായി, തണുപ്പിട്ട് അങ്ങനെ വിറച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പോയിട്ട് വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ അത് അത്ര നന്നാവില്ല. അപ്പോൾ നല്ലതെന്ന് വെച്ചാൽ ബോഡി കുറച്ച് ചൂടുള്ള സമയത്താണ് കുളിക്കാൻ ഏറ്റവും നല്ലത്. ചൂടാവുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രീത്തിങ്ങിനനുസരിച്ചൊക്കെയാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും രാവിലെയും വൈകിട്ടും കുളിക്കുക എന്നുള്ളത് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. രാവിലെ എണീക്കുക, കുളിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കുളി ഇന്ന് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്കാരം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പ് ഒക്കെ കഴിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് ഒറ്റ പുറത്തുചാടലാണ്. പക്ഷേ അത് കണ്ടാൽ നമുക്കറിയാം കുളിച്ചിട്ടാണോ, അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ടോ എന്നുള്ളത്. എന്തെല്ലാം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്ന് കുളിച്ചിട്ടില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? അറിയുന്നവനറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊക്കെ അസുഖം മാറ്റാൻ വേണ്ടി പറയുന്നതാണ്. അല്ലാണ്ട് മറ്റുള്ളവർ കുളിച്ചിട്ട് നമുക്കെന്താ കാര്യം? കുളിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പം. കുളിച്ചില്ലെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ഹോളുകളുണ്ട് നമുക്ക്. ആ ഹോളുകളുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞൊരു കാര്യം, അത് ഞെട്ടിപ്പോയി. കാരണം ഒരു സ്ക്വയർ ഇഞ്ചിൽ 10 ലക്ഷത്തോളം ഹോൾസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, സൗകര്യം കിട്ടുമ്പോൾ എണ്ണി ആയിക്കോളും. എന്തായാലും അത്രയും ഹോൾസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇതെല്ലാം ഓപ്പൺ ചെയ്ത് അതിലൂടെ നമ്മളെ എയറും അതൊരു വാട്ടറും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ശരീരത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ, വായയിൽ കൂടെ മാത്രമല്ല, മൂക്കിൽ കൂടെ മാത്രമല്ല, ശരീരത്തിൽ മുഴുവൻ കിട്ടണമെങ്കിൽ ശരീരത്തിൻ്റെ ഹോൾസുകളെല്ലാം ഓപ്പൺ ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഓപ്പൺ ആക്കണമെങ്കിൽ കുളി ഇല്ലാണ്ട് നടക്കില്ല. അപ്പോൾ കുളിക്കാൻ എല്ലാവരും മടിക്കാതെ ചെയ്യുക. പിന്നെ സോപ്പ് തേച്ച് കുളിക്കണോ വേണ്ടതെന്നുള്ള ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. അങ്ങനെ സോപ്പിലെ കെമിക്കൽ നമ്മൾ ഈ സുഷിരങ്ങളിലൂടെ മുഴുവൻ ഉള്ളിലേക്ക് കയറിപ്പോവും. ആ സുഷിരങ്ങൾ അടയും. സുഷിരങ്ങൾ അടഞ്ഞാൽ നമ്മൾ രോഗികളായി മാറും. സോപ്പ് തേക്കുമ്പോഴാണ് കൂടുതൽ രോഗികളാവുന്നത് എന്നുള്ളത് തിരിച്ചറിയുക. പിന്നെ അതിന് വല്ല സൊല്യൂഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.